ഇവിടെ ഇപ്പോൾ ആരെടുത്തും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വെറൈറ്റികളും ഇത്രയും ക്വാണ്ടിറ്റിയും നമ്മളെടുത്ത്. അന്തൂറിയം ഇത് ഡെയ്സിയാണ്, ഡെയ്സി വെറൈറ്റി പെട്ടതാണ്. അടിപൊളിയാണ് കേട്ടോ. കാരണം ഇലയേക്കാൾ കൂടുതൽ ഇതിൽ നമുക്ക് കാണുന്നത് പൂവാണ്. സേനുദ്ദീൻ പാലോളി, എൻ്റെ വീട് മലപ്പുറം പെരിങ്ങോട്ടുപുലം എന്ന് പറഞ്ഞ സ്ഥലമാണ്, കോടൂർ പഞ്ചായത്തിൽ. നമ്മളിത് പെരിന്തൽമണ്ണ ജൂബിലി റോഡിലാണ് നമ്മൾ ഈ സ്ഥാപനം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് നമ്മളെടുത്ത് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഇഷ്ടംപോലെ ഉണ്ട്. അതിൻ്റെ പുറമെ നമ്മൾ വീട്ടിൽ അലങ്കാര ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക കിട്ടുന്നതായ എവിടെ നിന്ന് കിട്ടിയാലും ആ ചെടികളൊക്കെ നമ്മൾ ഈ ഒരു കുടക്കീഴിൽ നമ്മൾ കൊടുന്ന് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അലങ്കാര ചെടികൾ ഇക്കൊക്കെ ഒരു ഹോബിയാണ്, അത് ഇഷ്ടമാണ്. എല്ലാ തരം ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. പൂക്കൾ, കുട്ടികൾ, ശലഭങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അങ്ങനെയാണല്ലോ. അത് ഒരു ഇതിൽ വരുന്നതാണ് പൂക്കൾ, ചെടികൾ, ശലഭങ്ങൾ. അപ്പോൾ ഇത് നമ്മളെടുത്ത് എല്ലാ അലങ്കാര ചെടികളും, ഒട്ടുമിക്ക അലങ്കാര ചെടികളും നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് PSN ഹൈടെക് നഴ്സറി ജൂബിലിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ചെയ്യും. ഇതിൻ്റെ പേര് സ്പാത്തിഫില്ല എന്ന് പറയാം. ഇത് മിനിയേച്ചറാണ്, മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ ടൈപ്പാണ്. സ്പാത്തിഫില്ലം വേറെ വെറൈറ്റി ഉണ്ട്, താഴത്ത് കാണിച്ചു തരാം. സ്പാത്തിഫില്ലം ഇത് മിനിയേച്ചറാണ്. ഇത് ഇൻഡോർ വെക്കുക, നമ്മൾ ഷെയ്ഡിലൊക്കെ മാറ്റുന്ന ചെടിയാണിത്. പിന്നെ അതിൻ്റെ തൊട്ടിരിക്കുന്നത് അഗ്ലോണിമ ചൈന റെഡ് എന്നാണ് പറയുക. റെഡ് കളർ, ചൈന റെഡ്, അഗ്ലോണിമ ചൈന റെഡ്, അതും ഇൻഡോറാണ്. ഈ ഇൻഡോർ ആകുമ്പോൾ വെള്ളത്തിന്റെ അളവും കുറവ് മതി, ലൈറ്റിന്റെ അളവും കുറവ് മതി. അതെ, അത് വെള്ളം കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഇൻഡോറിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഇത് നമുക്കിപ്പോൾ പുതിയൊരു വെറൈറ്റി കിട്ടിയതാണ്. ഏതാണിത്? ഇത് ദത്തൂറ പറഞ്ഞ ഒരു പിന്നെ ചെടിയാണിത്. പൂവ് കണ്ടോ, നല്ല രസമുള്ള പൂവ. ദത്തൂറ. ഇതിനൊക്കെ എന്താ റേറ്റ്? ഇത് 130-140 രൂപ ഇതിന് വരെ റേഞ്ച് വരുള്ളൂ. ഇത് ഏതെവിടെ? എനിക്ക് തോന്നുന്നു ഇലയേക്കാൾ കൂടുതൽ പൂവ് കാണുന്നുണ്ട്. ഇത് ഡെയ്സിയാണ്, ഡെയ്സി വെറൈറ്റി പെട്ടതാണ്. അടിപൊളിയാണ് കേട്ടോ. കാരണം ഇലയേക്കാൾ കൂടുതൽ ഇതിൽ നമുക്ക് കാണുന്നത് പൂവാണ്. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാവരുടെയും ഒരു ഫാൻസ് പവറും കൂടി ഉള്ള നമ്മളെ അഡീനിയം, അതുപോലെ കണ്ട അഡീനിയം, പല വെറൈറ്റി അഡീനിയം ഉണ്ട്. ഇപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഒരു വെറൈറ്റി തോന്നുന്നത് ഇതാ കണ്ടില്ലേ, എല്ലാത്തിലും പൂവുണ്ട്. ചെറുതൈകളാണ്, വലിയതുണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ നമ്മളെ ഡബിൾ പെറ്റിലോ? അതിന് ഡബിൾ പെറ്റിൽ എന്ന് പറയാം. സിംഗിൾ ഉണ്ട്, നമ്മളടുത്ത് ഡബിൾ പെറ്റിൽ. നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊരു 290-250 രൂപ കൊടുക്കാൻ പറ്റും. ആ റേഞ്ച് നമുക്ക് കൊടുക്കല്ലേ? അതെ. ഓക്കെ. ഇവിടെ കലാഞ്ചിയ വെറൈറ്റീസ് ആണ്. അത് കലാഞ്ചിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പല കളറിലും ഉണ്ട് കലാഞ്ചിയ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാ ബട്ടർഫ്ലൈ ചെടി. ഇത് ഒരു കാലത്ത് നമ്മളൊക്കെ തെരഞ്ഞെടുന്നൊരു ചെടിയാണിത്, ബട്ടർഫ്ലൈ ചെടി എന്ന് അതിന് പറയല്ലേ. ഓക്കെ, ഈ ഒരു കളറാണ് ലീഫ്. ഇത് ലീഫ് അതിന് തന്നെ അതിന്റെ പ്രത്യേകത. പൂവിനെക്കാട്ടി ഭംഗിയാണ് ലീഫ്, അതാണ് അതിന്റെ പ്രത്യേകത വരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ജമന്തി വെറൈറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ജമന്തി വെറൈറ്റീസ് നമുക്ക് പൂ ഇതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് അങ്ങനെ നിലനിൽക്കൂല, ഒന്ന് പോയിട്ട് പിന്നെ കട്ട് ചെയ്താൽ പിന്നെ വരും. കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് വളം ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് വളം ഉപയോഗിക്കാം? വളം 19 വളരെ കുറച്ച്, ഇതിനൊക്കെ ചെറിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ കുറഞ്ഞത് കൊടുക്കാം. വളം കൂടി പോകുമ്പോഴാണ് പല ചെടികളും പോകുന്നത്. ചെടി പോകും. ഇത് കോഫിയാണ് ഇതിന്റെ പേര്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു സമയത്ത് നല്ല പോലെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കോഫി. പക്ഷേ ഇത് മിനിയേച്ചറാണ്. അതിന്റെ മിനിയേച്ചർ ടൈപ്പ് ആണല്ലേ വരുന്നത്. കോഫിയ നല്ല പല കളറിലൂടെ ഇഷ്ടംപോലെ അപ്പുറത്തിരിക്കുന്നുണ്ട്. അതായത് ഒരുവിധം പ്ലാന്റുകളുടെ മിനിയേച്ചർ കളക്ഷൻ കൂടി നമ്മളെ കയ്യിലുണ്ട്. അതെ. ഇതിന്റെ പേര് ജെറേനിയം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിന് 2-3 കളർ വേരിയന്റ് ഇവിടെ ഉണ്ടല്ലേ? അതെ, ജെറേനിയം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ലീഫിൽ പ്രത്യേകത ഉള്ള, അതേപോലെ പൂവിൽ പ്രത്യേകത ഉള്ളതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഏതാ? പെപ്രോമിയ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ പല വേരിയേഷൻസ് വരുന്ന ലീഫുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്നിൻ്റെ തന്നെ പല വേരിയേഷൻസിലുള്ള ലീഫുകൾ ഉണ്ടല്ലേ? ഉണ്ടോ? പ്ലാന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏതാ വരുന്നത്? ഇത് ആഫ്രിക്കൻ വയലറ്റ് പറയാം. ആഫ്രിക്കൻ വയലറ്റ് അല്ലേ? നല്ല പ്ലാന്റ്സ് ആണ് ഒക്കെ. ഈ ഒരു സൈസേ വരുന്നുള്ളൂ അല്ലേ? അതെ. നല്ല വെറൈറ്റീസ് ഉണ്ട്, പല കളറും ഉണ്ട്. ഇതിന്റെ പേര് വെർബീനിയ എന്നാണ്. വെർബീനിയ ചെറിയ പൂവാണെങ്കിലും നല്ല ഡിസൈന് ഈ ഒരു പൂവിൽ വരുന്നുണ്ട്. ഇതിന്റെ തന്നെ പല കളറുകൾ ഇതിലുണ്ടല്ലേ? പിങ്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്, 4 കളറുണ്ട്, 4-5 കളറുണ്ട് അല്ലേ? 4-5 കളറുകൾ ഉണ്ട് കേട്ടോ. ചെറിയ പൂവാണെങ്കിലും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ഓരോ പൂവുകളിലും. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വാൾസം, ഇതൊക്കെ നമ്മളെ വീടുകളിലുള്ളതിന്റെ അതിന്റെ മിനിയേച്ചർ ടൈപ്പ് ആണല്ലോ. അതും തണ്ടിൽ വ്യത്യാസമുണ്ട്, ലീഫിൽ വ്യത്യാസമുണ്ട്. വലിയ പോട്ടിലുണ്ട്, അതുപോലെ പിന്നെ ചെറിയ കവറിലുണ്ട്. ചെറിയ കവറിൽ വരുന്നുണ്ട്, വലിയ പോട്ടിലും ഇതൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മളെ
കാറ്റസ് വെറൈറ്റീസ്. കാറ്റസ് വെറൈറ്റീസിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിനൊക്കെ വെള്ളത്തിന്റെ അളവ് വളരെ കുറച്ച് മതി. നമ്മളെ ഈ ഒരു ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് വളർത്താൻ പറ്റിയ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. മരുഭൂമിയിൽ ഉണ്ടാകുന്ന സാധനങ്ങളല്ലേ, വെള്ളം കൂടി പോയാലും ഇതൊക്കെ നശിക്കാനുള്ള ചാൻസ് കേടുന്നു യാതൊരു സംശയമില്ല. നമ്മുടെ സാൽവിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് പൊതുവെ റെഡ് കളർ മാത്രമാണോ വരിക? സാൽവിയയിൽ വേറെ കളറുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ റെഡ് അവൈലബിൾ ആയിട്ടുള്ള അല്ലേ. ഇത് നമ്മളെ ഇതിന്റെ തന്നെ വേറെയും കുറെ കളറുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ബോളാരേലിയ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നത് ഇതൊക്കെ അങ്ങനത്തെ ചെയ്യുന്ന വെറൈറ്റീസ് തന്നെയാണല്ലേ. അത് പല രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്ന ലീഫുകളാണ് മാത്രം. അരേലിയാണ്. നമ്മളെ വാട്ടർ പ്ലാന്റുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ആമ്പല്, അതേപോലെ വാട്ടർ പോപ്പി, അങ്ങനത്തെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. വാട്ടർ ലില്ലി കിടക്കുന്നുണ്ട്. ബാമ്പ് കൊണ്ട് തന്നെ കുറേ സമയം എടുത്ത് ചെയ്യുന്ന സംഭവം. ഞാൻ ചെയ്തൊന്നല്ല, അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് തന്നെയാണ്. ബാമ്പ് കൊണ്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ ഒരു ചെയ്തൊരു വർക്കാണല്ലേ. ഓഫീസിലൊക്കെ വെക്കുകയാണെങ്കിൽ, ഓഫീസിലല്ലേ വീടിൻ്റെ ഓഫീസ് റൂമൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ല സൗന്ദര്യമുള്ളൊരു സംഭവം. വെള്ളത്തിൽ സെറ്റ് ചെയ്താണല്ലോ. വെള്ളം കുഴപ്പമില്ല, വെള്ളം നല്ലതാണ്, കുഴപ്പമില്ലല്ലേ. അത്യാവശ്യം റേറ്റ് വരും. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന വർക്കിനാണ് റേറ്റ്. അതാണ് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാനുള്ള ആ സമയത്തിനാണ് റേറ്റ് വരുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന പല മോഡലും നമ്മുടെ കയ്യിലുണ്ട്. ബാമ്പുവിന്റെ ഡിഫറെന്റ് ടൈപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അടുത്ത് താമര പല വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമല്ലേ. അതെ, ഇത് മിറാക്കിൾ എന്ന് പറയുന്ന പിന്നെ വെറൈറ്റിയാണ് മിറാക്കിൾ. അതുപോലെ അമേരിക്കൻ മേരിയ ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അതാ ഈ ഒരു അമേരിക്കൻ മേരിയ ഒക്കെ പോട്ടിൽ സെറ്റ് ചെയ്താണ് കേട്ടോ. എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്. അത് എല്ലാ സമയത്തും നമുക്ക് ഫ്ലവർ ലഭിക്കുന്നതാണല്ലേ. പിങ്ക് ക്ലൗഡ് ഉണ്ട്. ഓക്കെ ഓക്കെ. ലക്ഷ്മി, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഫിംഗർ അരേലിയൻ്റെ ചെറു ടൈപ്പാണിത്. ഇത് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോഴേ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിറയെ വെക്കുകയാണെങ്കിൽ, അതായത് ഓരോ ബോക്സ് കെട്ടിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള സാധനം. അതിൻ്റെ നേരെ വലുതുണ്ട്. അപ്പോൾ ഏത് ഇഷ്ടാനുസരണം നമ്മളെടുത്ത് എല്ലാ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇത് ചട്ടി തന്നെ കാണുമ്പോഴേ ഇത് നല്ല ഭംഗിയുള്ള സംഭവം. ബുഷായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിന് ഇഷ്ടംപോലെ കൊണ്ടുപോകുന്ന സാധനമാണിത്. പിന്നെ ഓർക്കിഡുകൾ ഇത് ഔട്ട്ഡോർ അല്ല, പിന്നെ ഔട്ട്ഡോർ. ഇത് ഇൻഡോർ നല്ല ഷെയ്ഡിലെ വെക്കേണ്ടത്. ഇത് ശരിക്കും ചെറിയൊരു ഷാഡോ കിട്ടുന്നത്. ഷെയ്ഡ് നല്ലതാണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇത് ഫ്ലവർ ചെയ്ത് തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലവറിംഗ് ടൈം ആവണുള്ളൂ അല്ലേ. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് ട്രീ ആണത്? അല്ല, തുജ എന്നാ പറയാ. തുജ നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് സാമ്യമുള്ളൂ. പക്ഷെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കലുണ്ട്. ഇത് ഞാനടക്കം ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് നല്ല വലുതായി പോകില്ല. അത് വലുതാവും. മണ്ണിൽ വെക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വലുതുണ്ടാവും. ഇതിന്റെ പേര് ലൗറ പെറ്റൽ എന്ന് പറയാം. നല്ല അടിപൊളി പ്ലാന്റ് ആണല്ലേ. കാരണം റെഡ് ലീഫ്, ഫ്ലവർ റെഡ്. ഇത് അതിലൊക്കെ പുതുമ എന്താ വെച്ചാൽ ഈ ലീഫ് കാണാത്ത തരത്തിൽ ഇതിൽ ഫ്ലവർ നിറയെ ഫ്ലവർ വരുമല്ലേ. നല്ല വെയിലിൽ വെക്കണം. അതായത് ഒരു 100% വെയിലാണ് ഇതിന് അത്യാവശ്യം. അതെ, അത്യാവശ്യം വെള്ളം കൊടുക്കണം. ഓക്കെ. നല്ല ഫ്ലവർ ചെറുതാണെങ്കിൽ ഫ്ലവർ പിന്നെ ലീഫ് കാണാത്ത തരത്തിലുള്ള ഫ്ലവർ വരും ഇതിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെയൊക്കെ ചെറുതായി മുതൽ വലിയ തൈകൾ ഇത് കുറഞ്ഞ വില ഉള്ളൂ. കുറഞ്ഞ വിലൻ്റെ തൈകൾ. അതൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ നമ്മൾ പോട്ടിലും അതുപോലെ നമ്മൾ ഹാങ്ങിങ്ങിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വെക്കുന്ന പിന്നെ സാധനമാണിത്. പിന്നെ തൈകളാണ്. പിന്നെ ചീര, മൊത്തത്തിൽ ചീര എന്ന് പറയും. ഇതൊക്കെ വളരെ 10-20 രൂപ 30 രൂപ ഒക്കെ വിലയുള്ള സംഭവങ്ങളാണിത്. പല കളറിലും പല റേറ്റിലും പിന്നെ വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം ഈ കാണുന്നതൊക്കെ നമുക്ക് 20 രൂപ ആ റേഞ്ചിൽ 30 രൂപ 20 രൂപ ഒക്കെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വെറൈറ്റികളും ഇത്രയും ക്വാണ്ടിറ്റി നമ്മളെടുത്ത് അന്തൂറിയം മിനിയേച്ചർ ടൈപ്പ്, അന്തൂറിയം മിനിയേച്ചർ സൈസ് ഏത് പിന്നെ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-15 കളർ തന്നെ ഇതിലുണ്ട്. ഇതുണ്ടോ, ഇത് വേറെ വെറൈറ്റിയാണ്. അങ്ങനെ ഇതുണ്ടോ, ഇതൊക്കെ പല വെറൈറ്റീസാണ്. 10-15 കളറിന് നമ്മുടെ കയ്യിൽ അന്തൂറിയുണ്ട്. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യലും കുറച്ച് ഇത് വളരെ കമ്മിയാണ്. ഇതിന് വളരെ മെയിൻറ്റെയിൻ വളരെ കമ്മിയാണ്. അന്തൂറിയത്തിന് എന്നാൽ ഓർക്കിഡിന് ഇതിനേക്കാളും കൂടുതൽ മെയിൻ്റെനൻസ് വേണമല്ലേ. ഇതിനൊക്കെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് നമ്മൾ ചട്ടിയിൽ ഇതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ചകിരിച്ചോറാണ്. ഇത് ചകിരിച്ചോറിലിട്ടോ. ചകിരിച്ചോറ് ചെയ്താൽ വെച്ച് വളരെ വെള്ളം കമ്മി മതി. വെള്ളം കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. വെള്ളം കുറച്ച് മതി. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ഒരു 10 കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്താൽ മതി. ഒരു ഫ്ലവറിന് എത്രയോ മാസങ്ങൾ നിൽക്കൂതേ. അത്ര നല്ലൊരു കളക്ഷൻ തന്നെ നമ്മളെ ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഓർക്കിഡ് വെറൈറ്റീസും ഉണ്ട്. ഓർക്കിഡ് നമുക്ക് അത്യാവശ്യം പാനലോപ്സിസ് ആണിത്.
എനിക്ക് തോന്നുന്നു മുമ്പ് ഇതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കളക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ആയി വരുന്നുള്ളൂ. ഇതിപ്പോ നമുക്ക് കുറച്ച് കെയറിംഗ് വേണല്ലേ? ഇത് ഫെനോപ്സിസ് അന്തൂരത്തിനെക്കാട്ടിലും കുറച്ച് കെയർ ചെയ്യേണ്ട കൂടുതലുള്ളത്. ഇത് ഓർക്കിഡ് പല വിധം ഉണ്ടെങ്കിലും ഇത് നൺ ഓർക്കിഡാണ്. ഇത് അത്ര വലിയൊരു വില ഇല്ലാത്ത സംഭവമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള നൺ ഓർക്കിഡാണ് ഇതിൽ പറയാം. സ്മെല്ലും ഉണ്ടല്ലേ? സ്മെല്ലുണ്ട്, കുറഞ്ഞ സ്മെല്ലുണ്ട്. നൺ ഓർക്കിഡാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 290 250 മുകളിൽ വിൽക്കാം നമുക്ക്. അത് ചെറുമട്ടത്തിൽ ഒന്നിച്ചെടുക്കുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇൻഡോർ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. കാരണം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നില്ല ഒരു പാർട്ടിലൊന്നും തീരുന്നു, അത്രയും പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഗ്രാസുകൾ പല ഗ്രാസും ഉണ്ട്. നമ്മളെ പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് നീഡിൽ ഗ്രാസാണ് ഇതിന് പറയുക. നീഡിൽ ഗ്രാസിന് പിന്നെ നല്ലൊരു ഇതൊക്കെ ഉണ്ടാക്കി ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സീഡൽ കപ്പ് ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുണ്ട്, ഷൈനിങ് ഉള്ള ലീഫാണ് വരുന്നത്. വെയിലത്ത് വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണുള്ളത്. ഇവിടെ ശംഖുപുഷ്പം ഇരിക്കുന്നുണ്ട്. ശംഖുപുഷ്പം നീലയുണ്ട്. ഇതിപ്പോ നമ്മളെ ഹെൽത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് ചായയിലൊക്കെ ഇട്ട് കഴിക്കാന്ന് പറയുന്നത്. നമ്മളെടുത്ത് ഇതൊക്കെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. പോട്ടിൽ വെക്കാം, നിലത്ത് എങ്ങനെ വെക്കാൻ പറ്റുന്ന സാധനമാണിത്. ഇത് ഇത്രയും വെറൈറ്റീസ് ഒക്കെ ഇതുണ്ട്. ഇനി വേറെ കുറേ ആവശ്യം. അത് കളറ് ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ ലീഫിൽ വരുന്നത്. അതെ, ഫ്ലവറിനെക്കാട്ടി കൂടുതൽ ലീഫിനാണ്. ഇത് ഫ്ലവർ ഇല്ല, ഇതൊക്കെ ലീഫ് തന്നെ ഉള്ളൂ പ്രാധാന്യം കൊടുക്കുന്നത്. ലീഫ് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് നന്നായി ഉപയോഗിക്കുന്ന സംഭവമാണ്. ഓക്കെ, ഇത് ഏതാ വെറൈറ്റി വരുന്നത്? ഇതാണ് വെരിഗേറ്റ് ടെർമിനാലിയ. ഓ, നല്ല ഭംഗിയുണ്ട്. വെരിഗേറ്റ് ടെർമിനാലിയ ഇതിപ്പോ പുതിയ ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്ക് അതേപോലെ ഹോട്ടലിന്റെ ഫ്രണ്ടിലൊക്കെ അധികം സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വീടുകളിലൊക്കെ മുറ്റത്തൊക്കെ നിറയെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവില്ല? റേറ്റ് ഉണ്ടാവും. ഇത് ബെഡാണ് വരുന്നതൊക്കെ? ഇത് ബെഡാണ്, പക്ഷെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വേറൊരു മരത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇതല്ല, ഇതിമെന്ന ഈ വെരിഗേറ്റ് ടെർമിനാലിയ അല്ലേ ചെയ്യുന്നത്. അതായത് ഇതിന്റെ കൊമ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. റിസ്ക് ഉള്ള സംഭവമാണ്. ഇത് കണ്ടോ, നല്ല നിറഞ്ഞു നിൽക്കുന്ന നല്ല ചെടികൾ, അതൊക്കെ കണ്ടില്ല. ഇതിന് ഓരോ തട്ടുകളല്ലേ, തട്ടാണ് ഇതിന്റെ പ്രത്യേകത. ഇതിങ്ങനെ വരുള്ളൂ, ഈ തട്ടുകൾ ഇങ്ങനെ പൊന്തി പോയിട്ട്. ഇത് മണ്ണിൽ വെച്ചാൽ നല്ല വലുതാവും. ഇത് ഫൈക്കസ് തന്നെ നമ്മളിപ്പോൾ കണ്ടല്ലോ. ഫൈക്കസിൽ പല വിധത്തിൽ പല മോഡൽ ഉണ്ടാക്കുന്ന ഇത് നമ്മൾ തട്ടുചെടി ഞങ്ങൾ മലയാളത്തിൽ നമ്മൾ തമ്മിൽ പറയല്ലേ, നമ്മളെ ഭാഷയിൽ പറയല് ഫൈക്കസിന്റെ തട്ടുചെടി എന്നാണ് പറയുന്നത്. ഇത് കോസ്റ്റ് വരുന്നല്ലേ? അത് അത്യാവശ്യം ഉണ്ട്. 10 രൂപേൻ്റെ അടുത്ത് വരും. 10 രൂപേൻ്റെ അടുത്ത് വരും. ഇതന്നെ നമ്മൾ ഇതിന്റെ വലുത് 1 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഈ രീതിയിലൊക്കെ സമയം പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന് വലിയ പ്രാക്ടീസ് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ സംഭവങ്ങൾ ഭംഗിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആണ് തോന്നുമെങ്കിലും പക്ഷെ ഇത് ഈ രീതിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് സമയം ഒരുപാട് വർഷം വരും ഇതിനൊക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ റേറ്റ് വരും ചെയ്യും. ഓക്കെ, തെച്ചിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിവിടെ ഉണ്ടല്ലേ? തെച്ചി, അമ്പലത്തെച്ചി അടക്കമുണ്ട്. അമ്പലത്തെച്ചി കൂടുണ്ട്. നമ്മളെല്ലാം ഒരുപാട് വെറൈറ്റി മിനിയേച്ചർ ഉണ്ട്, പല വെറൈറ്റീസും ഉണ്ട്. തെച്ചികൾ തന്നെ കണ്ടോ, മഞ്ഞ തെച്ചി, യെല്ലോ കണ്ടില്ലേ അവിടെ. ഇതൊന്നും അധികം നമുക്ക് കാണാത്ത വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ യുജീനിയ ഇവിടെ ഇരിക്കുന്നുണ്ട്. യുജീനിയന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ചെറുതും വലുതൊക്കെ ഉണ്ട്. നമുക്ക് റോസിന്റെ കളക്ഷൻ ഇപ്രാവശ്യം കുറവാണ് തോന്നുന്നത്. റോസ് വന്നില്ല, ലോഡിന്ന് രാത്രി എത്തും. ഇന്ന് എത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റോസ് വേണമെങ്കിൽ ഇക്കന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ലോഡ് എത്തിയിട്ടില്ല കേട്ടോ. റോസ് ഇവിടെ കുറച്ച് ഐറ്റംസ് ഇതാ ഇവിടെ ഉണ്ട്. ഈ ഒരു പോർഷനിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതാ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ വലിയ കളക്ഷൻ ഇന്ന് വൈകുന്നേരം എത്തുണ്ടാവില്ലേ? നോക്കാം, നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ കളക്ഷൻസിൻ്റെ കാര്യങ്ങൾ അറിയാൻ ഇക്കന്നെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക.